നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. കീം ഫലം പ്രത്യേക മന്ത്രിസഭാ യോഗം ഇന്ന് ചേർന്ന് ചർച്ച ചെയ്യും. മാർക്ക് ഏകീകരണത്തിൽ അന്തിമ തീരുമാനമാകും. തിരുവനന്തപുരം സംസ്ഥാനത്തെ ആയിരക്കണക്കിന് +2 വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന കീം ഫലം പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർക്കും. മാർക്ക് ഏകീകരണ ഫോർമുലയിൽ മാറ്റം വരുത്താനുള്ള ശുപാർശകൾക്ക് അടിസ്ഥാനമായിട്ടാണ് തീരുമാനം. കീം ഫലത്തിന് വേണ്ടിയുള്ള മാർക്ക് ഏകീകരണ ഫോർമുല സംസ്ഥാന സിലബസിലുള്ള വിദ്യാർത്ഥികൾക്ക് അനീതി ചെയ്യുന്നതായി വ്യാപകമായ പരാതികളുണ്ടായി. നിലവിലെ രീതിയിൽ ഹയർ സെക്കൻഡറിയിലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് വിഷയങ്ങളിലെ മാർക്കും കീം സ്കോറും ചേർത്താണ് കണക്കാക്കുന്നത്. ഇതിന്റെ ഫലമായി സംസ്ഥാന സിലബസിലുള്ളവർക്കെതിരെ 15 മുതൽ 20 മാർക്ക് വരെ കുറയുന്നുവെന്ന് കണ്ടെത്തി. മാർച്ചിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ സമിതിയുടെ 5 തരം പരിഷ്കാര നിർദ്ദേശങ്ങളുണ്ട്. എന്നാൽ ഇതുവരെ സർക്കാർ തീരുമാനമെടുക്കാതിരിക്കുന്നത് ഫലപ്രഖ്യാപനം നീളാൻ കാരണമായി. ഇന്ന് ചേരുന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ നിർണായക തീരുമാനം പ്രതീക്ഷിക്കുന്നു. നയപരമായ തീരുമാനം വന്നാൽ 2 ദിവസത്തിനുള്ളിൽ ഫലം പ്രസിദ്ധീകരിക്കാമെന്ന് എൻട്രൻസ് കമ്മീഷണറുടെ ഓഫീസ് അറിയിച്ചു. നീറ്റ് ഫലം വന്നിട്ട് 3 ആഴ്ചയായി കഴിഞ്ഞിട്ടും കീം ഫലം നീളുന്നത് തുടരുന്ന സാഹചര്യത്തിൽ തുടർന്ന് പഠനം തീരുമാനിക്കാൻ കഴിയാതെ വിദ്യാർത്ഥികൾ വലിയ ആശങ്കയിലാണ്. കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.